രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നമസ്കാരം പ്രിയമുള്ളവരെ, വാൽമീകി രാമായണ ചർച്ചയുടെ ഇന്നത്തെ ഭാഗം ആരംഭിക്കുകയായി. ആദ്യമേ തന്നെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഈ രാമായണ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയകമലങ്ങളിലും വാൽമീകി മഹർഷിയുടെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. ഈ പ്രപഞ്ചത്തിലുണ്ടായ ആദികാവ്യം സർവപ്രകാരേണ നാം നോക്കിയാലും ആദികാവ്യം അത് വാൽമീകി മഹർഷിയുടെ രാമായണമാണ്. അതിനെ ആസ്പദമാക്കിയിട്ട് ഈ ലോകത്തിൽ എമ്പാടും, വിശേഷിച്ചും ഏഷ്യ മേഖലയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ രാമായണങ്ങൾ അതത് ദേശീയ ഭാഷകളിലുണ്ടായി. ഇന്ന് ലോകമെമ്പാടും തന്നെ രാമായണങ്ങൾ എല്ലാ ദേശഭാഷകളിലും ഒന്നല്ല അനേകം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എല്ലാറ്റിനും തുടക്കം കുറിക്കുന്ന, എല്ലാറ്റിൻ്റെയും പരമമായ ആധാരമായ വേദസംഹിതമായ വാൽമീകി രാമായണമാണ് നമ്മുടെ ചർച്ചയുടെ വിഷയം. കഴിഞ്ഞ ദിവസം വരെ കൊണ്ട് നമ്മൾ ബാലകാന്ഡം പൂർത്തിയാക്കി. ഇന്ന് അയോധ്യാകാന്ഡത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അയോധ്യാകാന്ഡം ആരംഭിക്കുന്നത് ഈ ശ്ലോകത്തോടുകൂടിയാണ്. ഗച്ഛത മാതുലകുലം ഭരതേന തദാനഘ ശത്രുഘ്നോ നിത്യശത്രുഘ്നോ നീത പ്രീതി പുരസ്കൃത. ബാലകാന്ഡത്തിന്റെ അവസാനം നമ്മൾ നേരിട്ട് കണ്ടു. കേകയത്ത് നിന്ന് വന്ന യുധാജിത്ത് തന്റെ അനന്തരവനെ, തന്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് എല്ലാവരും അയോധ്യയിലും അടങ്ങിയെത്തി. കുറെ നാള് കേകയ രാജാവിന്റെ പുത്രനായിരിക്കുന്ന യുധാജിത്ത് അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദശരഥന്റെ അനുവാദത്തോടുകൂടി ഭരതനെയും കൊണ്ട് യുധാജിത്ത് കേകയത്തേക്ക് പോകുന്നു. ഭരതനോടൊപ്പം ശത്രുഘ്നനും കൂടെയുണ്ട്. മാണ്ഡവി ഭരതനോടൊപ്പമുണ്ട്. അതേപോലെ തന്നെ ശ്രുതകീർത്തി ശത്രുഘ്നനോടൊപ്പമുണ്ട്. അങ്ങനെ അവരെല്ലാവരും കേകയത്തേക്ക് പോവുകയും അവിടെ മുത്തച്ഛന്റെ ലാളനകളെല്ലാം സ്വീകരിച്ച് അവിടെ സുഖമായി കഴിയുകയും ചെയ്യുന്ന ആ കഥാഭാഗം ബാലകാന്ഡത്തിന്റെ അവസാനം നാം കണ്ടു. അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അയോധ്യാകാന്ഡം ആരംഭിക്കുന്നത്. എന്ന് മാത്രമല്ല, അയോധ്യാകാന്ഡത്തിലെ സംഭവങ്ങൾ ആ പ്രകാരത്തിലായിത്തീരാൻ ഇത് ഒരു മുഖ്യ കാരണമായി തീർന്നു. അതുകൊണ്ട് വായനക്കാരായ നമുക്ക് നമ്മുടെ ഹൃദയത്തില് ഭരതന്റെ കേകയപുര നിവാസം
ഓർമ്മിപ്പിക്കണം. എന്തുകൊണ്ടാണ് കൈകേയി രാമൻ കാനനത്തിലേക്ക് പോകണം എന്ന് ദശരഥനോട് ആവശ്യപ്പെട്ട അവസരത്തിലെ ഭരതൻ എതിരു പറയാത്തത് എന്നുള്ള ചോദ്യം ആരുടെയും മനസ്സിൽ വരണ്ട. ഭരതൻ അനുജനായ ശത്രുഘ്നനോടൊപ്പം കേകയത്തായിരുന്നു. അത് മുഖ്യമായും നാം ഓർക്കണം. അതുകൊണ്ട് ആ വാക്യത്തിലാണ് അയോധ്യാകാന്ഡം ആരംഭിക്കുന്നത്. ഗച്ഛത എന്ന പദത്തില് അത് തുടങ്ങുന്നു. ഗച്ഛത മാതുലകുലം ഭരതേന തദാനഘ. മാതുലകുലത്തിലേക്ക്, അമ്മാവന്റെ കുടുംബത്തിലേക്ക്. ആ കുടുംബത്തിന്റെ വലിയ കാരണവരായിരിക്കുന്നത് അമ്മാവന്റെ അച്ഛൻ തന്നെയാണ്. അതായത് തന്റെ അമ്മയുടെ അച്ഛൻ തന്നെയാണ് കേകയ മഹാരാജാവ്. അവിടെ ഭരതൻ എത്തിച്ചേരുമ്പോ ശത്രുഘ്നനും ഭരതനോടൊപ്പമുണ്ട്. ശത്രുഘ്നെയും കൂട്ടിയാണ് ഭരതന്റെ ആ യാത്ര. എന്തുകൊണ്ടെന്നാൽ അവർ രണ്ടുപേരും ബാല്യം മുതൽ ആ പ്രകാരത്തിലുള്ളതായ സഹചാരിത്വമുണ്ട്. ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുക, ഒരുമിച്ച് സഞ്ചരിക്കുക, ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് അവരുടെ രണ്ടുപേരുടെയും സ്വഭാവമാണ്. രാമലക്ഷ്മണന്മാരെങ്ങനെയാണോ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളിലും വ്യാപൃതരാകുന്നത്, അതേപോലെ ആ ഒരു ആത്മബന്ധം അവർക്ക് തങ്ങളിലുണ്ട്. അങ്ങനെ ഭരതനെ യുധാജിത്ത് കേകയത്തേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ശത്രുഘ്നെയും കൊണ്ടുപോയി. നമ്മുടെ എല്ലാ മനസ്സില് മാറാതെ കിടക്കുന്ന പല പ്രകാരത്തിലുള്ള വാസനകളുണ്ടല്ലോ. അവയിലേറെ പങ്കും തമോമയവും രജോമയവും. അതിനെയെല്ലാം സംഭരിക്കുന്നവനാണ് ശത്രുഘ്നൻ. അത് അധ്യാത്മമായ ശത്രുഘ്ന എന്ന ആ കഥാപാത്രത്തിന്റെ അർത്ഥത്തെ നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ സ്ഥിരമായി കിടക്കുന്ന വിപരീതമായ വാസനകളെ മുഴുവൻ സംഹരിച്ചിട്ട് നമ്മുടെ ഹൃദയത്തെ സാത്വിക ഭാവനകളാൽ നിറച്ച് പിന്നെ അതിനെയും സംഹരിച്ച് അതിനപ്പുറം കടക്കാനുള്ള വഴി ഒരുക്കുന്നവൻ, അതാണ് ശത്രുഘ്നൻ. മഹാവിഷ്ണുവിന്റെ കരത്തിലിരിക്കുന്ന സുദർശനമാണ് ശത്രുഘ്നായിട്ട് അവതരിച്ചത് എന്ന് അധ്യാത്മരാമായണം ഇക്കാര്യം വളരെ വ്യക്തമായി നമ്മെ അറിയിക്കും. എന്താ സുദർശനം? ശരിയായ കാഴ്ചപ്പാട്. നാം ഈ പ്രപഞ്ചത്തെ രണ്ട് കണ്ണുകൾ കൊണ്ട് കാണുന്നു. സർവത്ര യഥാർത്ഥത്തിൽ നിറഞ്ഞിരിക്കുന്നത് പരമാത്മാവാണെങ്കിലും നാമും പരമാത്മാവ് തന്നെയാണെങ്കിലും നാം പരമാത്മാവിനെ കാണുന്നില്ല. തത്സ്ഥാനത്ത് നമ്മള് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ പ്രപഞ്ച പദാർത്ഥങ്ങളെയും നമ്മുടെ ശരീരാദികളെയും കാണുന്നു. അങ്ങനെ അയഥാർത്ഥമായ ദർശനമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമൂലമാണ് നാം ഇതിലെല്ലാം ബദ്ധരായി പോകുന്നത്. സുദർശനം, ശരിയായ കാഴ്ച. ശരിയായ കാഴ്ച പരമാത്മ ദർശനമാണ്. ആ ശരിയായ കാഴ്ച നൽകുന്നവൻ, അതാണ് സുദർശനം. മഹാവിഷ്ണുവിന്റെ കരത്തിലിരിക്കുന്നതായ ആ ദിവ്യമായിരിക്കുന്ന ആയുധം, അത് പരമമായ ബ്രഹ്മജ്ഞാനമാണ്. ആ സുദർശനത്തിന്റെ അവതാരമാണ് ശത്രുഘ്നൻ. അതാണ് കാമക്രോധാദികളായ വാസനകളെയെല്ലാം സംഹരിക്കുന്നവൻ. സ്ഥായി ഭാവങ്ങളെ, നിത്യമായിരിക്കുന്ന വാസനകൾ, അവയ്ക്ക് നാട്യശാസ്ത്രപ്രകാരം സ്ഥായി ഭാവം എന്നു പേര്. അതിനെല്ലാം പൂർണ്ണമായും ദൂരീകരിച്ചിട്ട് വാസനാതീതമായ മണ്ഡലത്തില് ബ്രഹ്മ അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് വഴിയൊരുക്കുന്നവൻ, അതാണ് നിത്യശത്രുഘ്നൻ. നിത്യശത്രുവിനെ ഇല്ലാതാക്കുന്നവൻ. അങ്ങനെയുള്ളവനായ ശത്രുഘ്നൻ ഭരതനോടൊപ്പം, ഭരതനാൽ ആനീതനായിട്ട് കേകയത്തേക്ക് പോയിട്ടുണ്ട്, അമ്മാവനായ യുധാജിത്തിനോടൊപ്പം. അങ്ങനെ പ്രീതിയോടുകൂടി ഭരതൻ തന്റെ അനുജനെ കൊണ്ടുപോകുന്നു. അവര് രണ്ടുപേരെയും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അമ്മാവൻ കൊണ്ടുപോകുന്നു. അങ്ങനെ ആ കുടുംബത്തിൽ, കേകയ കുടുംബത്തിലെത്തി സുഖമായിട്ട് അവർ വസിക്കുന്നു. സതത്ര ന്യവസദ്ഭ്രാത്ര സഹ സത്കാര സത്കൃത. ആ ഭരതൻ തന്റെ സഹോദരനോടൊപ്പം തന്റെ മുത്തശ്ശൻ നൽകുന്നതായ സ്നേഹമസൃണമായിരിക്കുന്ന ആ സത്കാര കർമ്മങ്ങളാൽ അങ്ങേയറ്റം സന്തുഷ്ടനായിട്ട് അവിടെ സസുഖം വാണു എന്ന് മാത്രമല്ല, അവരെ സ്നേഹിക്കാനും ലാളിക്കാനും അമ്മാവനുമുണ്ട്. മാതുലേന അശ്വപതിന
പുത്രസ്നേഹേന ലാളിത. സ്വന്തം പുത്രനെ പോലെയാണ് ഭരത ശത്രുഘ്നന്മാരെ അദ്ദേഹം ലാളിക്കുന്നത്. അങ്ങനെ അശ്വപതി അശ്വങ്ങൾക്ക് മുഴുവൻ അധിപതിയായിരിക്കുന്നവൻ. അങ്ങനെ അശ്വങ്ങളുടെ മുഴുവൻ ആ അശ്വ സൈന്യത്തിന്റെ അധിപതി കൂടിയാണ് അദ്ദേഹം. അധിപതിയായിരിക്കുന്ന അദ്ദേഹം സ്വന്തം സന്താനങ്ങളെ പോലെ ആ മാതുലൻ അവരെ രണ്ടുപേരെയും സംരക്ഷിച്ചു, ലാളിച്ചു. അങ്ങനെ സുഖമായിട്ട് അവർ കഴിയുന്ന സമയം, ആ അവസരത്തില് തത്രാവി നിവസന്തൗ തൗ തർപ്യമാണൗ ച കാമത ഭ്രാതരൗ സ്മരതാം വീരൗ വൃദ്ധം ദശരഥം നൃപം.